നമസ്കാരം. ഞാൻ സുനിൽ സുന്ദർ. ഗുരുവര എന്ന എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ പ്രേതകഥകൾ ഇഷ്ടമാണോ? പ്രേതകഥകൾ ഇഷ്ടമാണെങ്കിൽ എനിക്ക് വേറൊരു ചാനലുണ്ട്, സുനിൽ സുന്ദർ രാമൻ എന്നാണ്. ഞാൻ ഈ പ്രേതബാധ ഒഴിപ്പിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ ഇതിനകത്തേക്ക് കാണിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പേടിക്കാൻ ആയിട്ടൊന്നും നിങ്ങളിതിനകത്ത് കാണണ്ട. കൃത്യമായി പ്രേതത്തിനെക്കുറിച്ച് അറിയണം. എന്താണ് പ്രേതമെന്നും എങ്ങനെയാണ് പ്രേതത്തിൻ്റെ അനുഭവങ്ങളെന്നും അതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളത് പേടിക്കാൻ വേണ്ടിയിട്ട്, പ്രേതം എന്ന് കേട്ടിട്ട് പേടിക്കാൻ വേണ്ടിയിട്ട് ആരും നിങ്ങൾ ഈ ചാനൽ കാണണ്ട. അതിനെക്കുറിച്ച് വിശദമായി കാര്യങ്ങൾ അറിയാൻ, സത്യസന്ധമായ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പം ഞാൻ ഇന്നിപ്പം പറയുന്നൊരു വിഷയം എന്ന് വെച്ചാൽ വാസ്തുപരമായിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ പൂർണ്ണമായും ഐശ്വര്യം വരുന്നില്ല, അല്ലെങ്കിൽ പഴയ ഉണ്ടായിരുന്ന ഒരു ഐശ്വര്യം അല്ലെങ്കിൽ ഒരു വരുമാനം നഷ്ടപ്പെട്ടു പോയി. അതെന്തുകൊണ്ടാണ്? ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. അതിനെക്കുറിച്ച് ഇന്ന് ഞാൻ വിശദമായി തന്നെ പറയാം. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഒരാഴ്ചക്കുള്ളിൽ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യും. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഒരു വീടെന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. അതായത് സ്വന്തമായിട്ട് ഒരു വീട് വെച്ച് അതിനുള്ളിൽ സന്തോഷമായിട്ട് ജീവിക്കുക, ഭരിക്കുന്നത് പിന്നീട്. ജീവിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പെടാപ്പാടുപെടും. വരുമാനമൊന്നും നോക്കാതെ നമ്മൾ കടം വാങ്ങിച്ചും ലോൺ എടുത്തും ആരടുത്തെങ്കിലും പോയി കൈയും കാലും പിടിച്ചും കെട്ടുതാലി വരെ ഊരി പണയം വെച്ചുമൊക്കെയാണ് നമ്മൾ ഒരു വീട് വയ്ക്കുന്നത്. അങ്ങനൊരു വീട് വെച്ച് കഴിയുമ്പോൾ, ആ വീട്ടിലേക്ക് താമസമാക്കി കഴിഞ്ഞ് കുറച്ച് ദിവസം കൊണ്ട് കഴിയുമ്പോൾ വരുമാനമില്ല, ഉണ്ടായിരുന്ന വരുമാനം പോലും നഷ്ടപ്പെട്ടു പോയി. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അതായത് രോഗങ്ങൾ വർദ്ധിക്കുന്നു. ദമ്പതിമാർ തമ്മിൽ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടാകുന്നു. വീടിനുള്ളിൽ വന്ന് കയറാനേ തോന്നുന്നില്ല, ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥ. എന്തിൽ തൊട്ടാലും നഷ്ടം, സർവത്ര നാശം. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? പലരുടെയും ചോദ്യമുണ്ട്. പല കാരണങ്ങളുണ്ട്. പക്ഷേ അതിൽ പ്രധാനമായിട്ടും പറയുന്ന ഒന്ന് വാസ്തുപരമായിട്ടൊരു ദോഷമാണ്. വാസ്തുദോഷമുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ താമസിക്കുന്നവർക്ക് വരാം. അപ്പോൾ വാസ്തുദോഷം എന്തൊക്കെയാണ്? അപ്പോൾ വാസ്തുദോഷം ഒരുപാട് വാസ്തുദോഷമുണ്ട്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട വാസ്തുദോഷങ്ങളൊന്നാണ് നമ്മുടെ കന്നിഭാഗം. നമ്മളൊരു വസ്തുവിൻ്റെ കന്നിഭാഗം, ആ വസ്തുവിൽ നമ്മളൊരു വീട് വെച്ചാൽ ആ വീടിൻ്റെ കന്നിഭാഗം, ഇത് രണ്ടും നമ്മൾ കുറേ ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കുക എന്നുള്ളതാണ്. കാര്യം കന്യഭാഗത്തിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ, കന്യഭാഗം എന്ന് വെച്ചാൽ ഒരു വീടിൻ്റെ ഐശ്വര്യം വരുന്നതാണ്. ഏറ്റവും സമ്പത്ത് നമുക്ക് ഉണ്ടാക്കി തരുന്ന ഐശ്വര്യ ദേവതകൾ വസിക്കുന്ന സ്ഥലമാണ്. അല്ലെങ്കിൽ ആ കന്യഭാഗം എങ്ങനെ നമ്മൾ സൂക്ഷിക്കുന്നോ അതനുസരിച്ചായിരിക്കും നമുക്ക് വരുമാനം വരുന്നത്. ആദ്യം കന്നിമുറിയെക്കുറിച്ച് പറയാം. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്നതാണ്, ആ മൂലയിൽ വരുന്നതാണ് കന്നി ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീട് വയ്ക്കുമ്പോൾ അവിടെ പ്രധാനമായും കിടപ്പുമുറി, അതായത് പ്രധാന കിടപ്പുമുറി, ദമ്പതിമാർ ഉറങ്ങുന്ന മുറി അതായിരിക്കണം. അവിടെ നമ്മളൊരു സിറ്റ് ഔട്ടോ അല്ലെങ്കിൽ മറ്റൊരു ഓപ്പൺ സ്പേസോ അല്ലെങ്കിൽ ഒരു സ്റ്റോർ റൂമോ അടുക്കളയോ പൂജാമുറി പോലും താല്പര്യമല്ല, വെക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒന്നും ചെയ്യാതെ അവിടെ നമ്മൾ പ്രധാന കിടപ്പുമുറി വയ്ക്കുന്നത് ഒരു വീടിൻ്റെ ഏറ്റവും ഐശ്വര്യം വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. അങ്ങനെ ഒരു മുറി വെച്ചാൽ പോലും ആ മുറിക്കുള്ളിൽ അഴുക്ക വസ്ത്രങ്ങൾ, അതായത് ഈ ദിവസങ്ങളോളം കഴുകാതെ ചവിട്ടിക്കൂട്ടി കൊണ്ടിടുന്ന വസ്ത്രങ്ങളോ വലിച്ചു വാരി വയ്ക്കുന്ന അവസ്ഥ ഒന്നും ഉണ്ടായിരുന്നു. വളരെ ക്ലീനായിട്ട് ആ മുറി നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത്, എപ്പോഴും തൂത്തും തുടച്ചും വൃത്തിയാക്കിയും ഒക്കെ നമ്മൾ സന്തോഷമായി സൂക്ഷിക്കണം. കാരണം ഐശ്വര്യത്തിൻ്റെ ഉത്ഭവം ആ കന്യഭാഗത്തു നിന്നാണ്. അപ്പോൾ കന്യഭാഗം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് തെക്ക് ഭാഗമാണ്. ആ ഭാഗത്ത് അതിൻ്റെ പുറത്ത്, വീടിന് പുറത്ത് പോയാൽ അവിടെ ഒരു കാരണവശാലും താഴ്ന്നു കിടക്കാൻ പാടില്ല ഭൂമി. ആ 4 മൂലയിൽ ഉള്ള ഏറ്റവും ഉയർന്ന ഭൂമിയായിരിക്കണം, ഒന്നുമില്ലെങ്കിൽ സമനിരപ്പെങ്കിലും ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ കന്നിമുറിക്കകത്ത് ബാത്റൂം വരാൻ പാടുണ്ടോ എന്ന് പലരും ചോദിക്കും. ബാത്റൂം വരാം, പക്ഷേ കന്നിമൂലയിൽ, മുറിയുടെ മൂലയിൽ വരരുത്. അത് കന്നിമൂലയിൽ എന്നല്ല, ഒരു വീട് വെച്ചാൽ 4 മൂലകളുണ്ടാകും, 4 മൂലകളിലും ബാത്റൂമുകൾ വരാൻ പാടില്ല. അപ്പോൾ കന്നിമുറിയിൽ ബാത്റൂം വരുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ കന്നിമൂലയിലേക്ക് നമ്മളത് കൊണ്ടുവയ്ക്കാതിരിക്കുക, അതിനൊന്ന് ക്രമീകരിച്ച് വയ്ക്കുക. കൃത്യമായിട്ടുള്ള വാതിൽ ജനലുകളും കന്നിമുറിക്ക് നമുക്ക് അത്യാവശ്യം തന്നെയാണ്. എപ്പോഴും നമുക്ക് നല്ല വെട്ടവും വെളിച്ചവും കടന്നു വരുന്നതായിരിക്കണം നമ്മുടെ കന്നിമുറി.
പിന്നെ കന്നിഭാഗത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലവർ കന്നിമുറിയുടെ ഭാഗത്ത് ഈ ഹാള് സെറ്റ് ചെയ്യുക, അവിടെ ഒന്നും സ്റ്റെയർ കൊടുക്കുക എന്നൊക്കെ, അതൊന്നും ഒരിക്കലും നല്ലതല്ല, അതൊക്കെ വളരെ മോശമാണ്. അതുപോലെ വീടിൻ്റെ പുറത്ത് നിന്നാലും ചിലർ കന്നിഭാഗത്തുനിന്നും രണ്ടാമത്തെ നിലയിലേക്ക് കയറാൻ പുറത്തുനിന്നുള്ള സ്റ്റെയർ കൊടുക്കും. ഒരു കാരണവശാലും കന്നിഭാഗത്തു നിന്നും സ്റ്റെയർ തുടങ്ങരുത്. അതായത് പടിഞ്ഞാറ് ഭാഗത്തേക്കും തുടങ്ങരുത്, കിഴക്ക് ഭാഗത്തേക്കും തുടങ്ങരുത്. കന്യഭാഗത്തുനിന്ന് നമ്മൾ ഒന്നും ചെയ്യരുത്, നല്ല വൃത്തിയായി സൂക്ഷിക്കുക. അപ്പോൾ അതിന് വീടിൻ്റെ പുറത്ത് വന്നാലോ, പുറത്ത് കന്നിഭാഗം വരുന്ന ആ ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ ശുദ്ധമായി സൂക്ഷിക്കുക. അവിടെ പക്ഷിക്കൂടോ പട്ടിക്കൂടോ കോഴിക്കൂടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വേസ്റ്റ് കൊണ്ടിടുന്ന കുഴികളോ അല്ലെങ്കിൽ വേസ്റ്റ് വെള്ളം വീഴുന്ന കുഴികളോ സെപ്റ്റി ടാങ്കോ ഒന്നും, അതായത് ചപ്പ് ചവറിട്ട കത്തിക്കോ ഒന്നും ചെയ്യരുത്. എപ്പോഴും അവിടെ ക്ലീനായിരിക്കണം. പറ്റുകയാണെങ്കിൽ നല്ലൊരു പൂന്തോട്ടം നിങ്ങൾ സെറ്റ് ചെയ്ത് ഒരു താമരക്കുളമോ ആമ്പൽക്കുളമോ ഒക്കെ നമ്മൾ ചെറിയ പോർട്ടിൽ വെക്കുന്ന ഏറ്റവും നല്ലതാണ്. അങ്ങനെ എപ്പോഴും, അതായത് നമ്മളെ വീട് വന്ന് കണ്ടാൽ ഏറ്റവും ഐശ്വര്യമുള്ളത് പോസിറ്റീവ് ഉള്ളത് ഭാഗവും കന്നി ഭാഗമായിരിക്കണം. കാര്യം കന്നി എത്രയും നമ്മൾ ഭംഗിയായി വൃത്തിയായി സൂക്ഷിക്കുന്നു, ഐശ്വര്യമായി സൂക്ഷിക്കുന്നു, അത്രയും ഐശ്വര്യം നമ്മുടെ വീട്ടിലേക്ക് വരും. നമ്മൾ ബാക്കിയെല്ലാം വൃത്തിയായി സൂക്ഷിക്കുക, നമ്മൾ നന്നായി ജോലി ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കന്നി നമ്മൾ അശുദ്ധമാക്കി ഇട്ട് നോക്കൂ, ഒരു മാസം ഒരു 10 ലക്ഷം രൂപ വന്നാലും നിങ്ങൾക്കതൊരു 15 ലക്ഷമോ 20 ലക്ഷം രൂപ ചിലവായിരിക്കും. അതായത് കടം വർദ്ധിക്കുകയല്ലാതെ ഇനി എത്ര കോടികൾ നിങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സമാധാനമോ ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ കന്നിഭാഗം നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. 4 മൂലകളാണത്. ഒന്ന് കന്നി, അത് കഴിഞ്ഞു വരുന്നത് പടിഞ്ഞാറ്, അടുത്ത രണ്ടാമത് പടിഞ്ഞാറ് വടക്ക് വരുന്നത് വായുകോണ്, പിന്നെ വരുന്ന ഈശാനകോണ്, പിന്നെ കിഴക്ക് തെക്ക് വരുന്നത് അഗ്നികോണ്. ഇങ്ങനെ 4 കോണുകളാണ്. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ സൂക്ഷിക്കേണ്ടത് കന്നിഭാഗമാണ്. കന്നി അത് വീടിൻ്റെ പുറത്തും വീടിനകത്തും വളരെ വൃത്തിയായി സൂക്ഷിക്കുക. ഐശ്വര്യദേവത വസിക്കുന്ന സ്ഥലമാണ്. അവിടെ നമ്മൾ അശുദ്ധിയൊന്നും ഉണ്ടാക്കരുത്. അശുദ്ധി, അതായത് ഈ കന്നി മുറിയായാലും കന്നിയുടെ പുറത്തായാലും അശുദ്ധി ഉണ്ടാക്കിയാൽ നമ്മുടെ ജീവിതം തകർന്നു പോകാൻ അതൊരു പ്രധാന കാരണമാകും. നമ്മുടെ വരുമാനം നശിക്കുക, നമ്മുടെ ആരോഗ്യം നശിക്കുക, കുട്ടികളുടെ വിദ്യാഭ്യാസം പോവുക, പരസ്പരം ശണ്ട കൂടുക, ശത്രുസ്ഥാനങ്ങൾ കൂടുക എന്നുള്ളതൊക്കെയാണ് അതുകൊണ്ട് വരുന്നത്. പക്ഷേ മറിച്ച് അതിന് നമ്മൾ നന്നാക്കിയാലോ അതുപോലെ തന്നെയാണ് ജോലിയിൽ നമുക്ക് സ്ഥിരത ഉണ്ടാകുക. 10 രൂപ വന്നാലും 1 രൂപയെങ്കിലും മിച്ചം പിടിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ ഉണ്ടാക്കുക. രോഗങ്ങൾക്ക് പെട്ടെന്ന് ശമനം ഉണ്ടാക്കുക. കുട്ടികൾ നന്നായി പഠിക്കുക. മറ്റുള്ളവരുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാക്കി പോകാൻ പറ്റുക. ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ പ്രധാനം, നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ കന്നിഭാഗം ഉയർന്നു കിടക്കുവാനും കന്നിഭാഗത്ത് തന്നെ ഒരു മുറി പണിയുവാനും പുറംഭാഗത്ത് നല്ല ശുദ്ധമായിട്ട് നല്ല വൃത്തിയായി പൂന്തോട്ടമോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ, അതായത് നമ്മളൊരു വീട്ടിലേക്ക് തളർന്ന് കയറി വരുമ്പോൾ ഒന്ന് പുറത്ത് കാറ്റ് കൊള്ളാനിരിക്കണം. അപ്പോൾ നമ്മൾ ഓടിപ്പോകണം. കന്യഭാഗത്തിരിക്കുമ്പോൾ നല്ല വൃത്തിയുണ്ട്, കാണാൻ കുറച്ച് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്, അതേ പൂക്കളോ അത് ഇതൊക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ഫീല് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് നോക്കൂ. വാസ്തുപരമായിട്ട് നിങ്ങളുടെ വീടിന് എന്തെങ്കിലും ദോഷമുണ്ട് അതെല്ലാം നശിച്ച് പൂർണ്ണമായിട്ടും ഐശ്വര്യത്തോട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരു വീടിനായാലും ഭൂമിക്കായാലും ശരി തന്നെ കന്നിഭാഗം ഭംഗിയായി സൂക്ഷിക്കാൻ നിങ്ങൾ ശീലിച്ച് നോക്കൂ. ഏറ്റവും കൂടുതൽ ഐശ്വര്യം നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരും. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിന് ആണെങ്കിൽ അതിനുള്ള മറുപടി ഞാനത് കേട്ടിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. അതിന് ശേഷം നിങ്ങൾക്ക് എന്നെ വിളിക്കാം, നമുക്ക് നേരിട്ട് സംസാരിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിനോ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ ഉള്ളതിന് ഞാൻ നേരിട്ട് അവിടെ വന്നാലേ അത് കണ്ട് പരിശോധിക്കാൻ പറ്റും. അതിന് ഏത് ജില്ലയിലാണ് മറ്റൊരു സ്റ്റേറ്റിലാണ് നിങ്ങൾ ഈ നമ്പർ വിളിച്ചോളൂ, ഞാൻ അവിടെ എത്താം. സമയക്രമം അനുസരിച്ച് വന്ന് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം. അതുപോലെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് നമുക്ക് ജ്യോതിഷം നോക്കാം. എൻ്റെ അടുത്ത് നേരിട്ട് വരാം, ജ്യോതിഷം നമുക്ക് തമ്മിലിരുന്ന് ജ്യോതിഷം നോക്കി അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിന് നിങ്ങൾ തിരുവനന്തപുരത്താണ് വരേണ്ടത്. അവിടെ വരുന്നുണ്ടെങ്കിൽ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. എൻ്റെ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ മൂത്ത മകള് ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുന്നത് ഓൺലൈൻ ബിസിനസ്സാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡിസൈനുള്ള തുണികൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള തുണികൾ തയ്ച്ച് കൊറിയറിൽ അയച്ചു തരുന്ന ഒരു സംവിധാനമാണ്. കുറച്ച് വിപുലമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഈ കാണിക്കുന്ന സൈറ്റ്
ഈ സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുക. ഇതിനകത്ത് ഒരുപാട് മോഡലുകൾ കാണിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ തീർച്ചയായിട്ടും ഓർഡർ തരണം. ഒരുപാട് പേര് ഞങ്ങൾക്ക് ഓർഡർ തരുന്നുണ്ട്. നിങ്ങളും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കണം. അത് കൊറിയറിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരും. വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ, അത് ഡിസൈനിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കുക.